ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UAE-യിൽ നിന്ന് അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മതവിധി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കുട്ടികളും പ്രായമേറിയവരും പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പോകേണ്ടതില്ലെന്ന് UAE-യിൽ മതവിധി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ എന്നോണമാണ് UAE ഹത്വ കൗൺസിൽ ഈ മതവിധി പുറപ്പെടുവിച്ചത്. പൊതു ആരോഗ്യ സുരക്ഷ പരിഗണിച്ച് രാജ്യത്തെ എല്ലാ കാര്യാലയങ്ങളും കോവിഡ് വൈറസ് പടരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് ഹത്വ കൗൺസിൽ ആവശ്യപ്പെടുകയും ചെയ്തു. മതരംഗത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ രോഗപ്രതിരോധത്തിന് ആരോഗ്യ മേഖലയിലുള്ളവർ നൽകിയ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. രോഗബാധ തടയുന്നതിനുള്ള ആരോഗ്യ സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നത് ശരീരത്തിന് നിരക്കുന്നതല്ലെന്നും കൗൺസിലിന്റെ 2020 11 നമ്പർ ഹത്വ വ്യക്തമാക്കി. രോഗം ബാധിച്ചവരോ വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നവരോ പൊതുസ്ഥലങ്ങളിൽ പോകുന്നതും പണ്ഡിതർ വിലക്കിയിരിക്കുകയാണ്. പള്ളികളിലെ സംഘ നമസ്കാരത്തിനോ വെള്ളിയാഴ്ചയിലോ പ്രാർത്ഥനയ്ക്കോ റംസാനിലെ നിശാ നമസ്കാരത്തിനോ പെരുന്നാൾ നമസ്കാരത്തിനോ ഇവർ ആരാധനാലയങ്ങളിൽ പോകരുത്. പ്രതിരോധശേഷി കുറഞ്ഞ കുട്ടികളും മുതിർന്ന പൗരന്മാരും ഇത് മുഖവിലക്കെടുക്കണം. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നതിന് പകരം വീട്ടിലോ താമസ സ്ഥലത്തോ ദുവർ നമസ്കാരം നിർവഹിക്കുകയാണ് ചെയ്യേണ്ടതെന്നും ഹത്വയിലുണ്ട്. രോഗബാധയുള്ളതായി സംശയിക്കപ്പെടുന്നവർ പ്രത്യേക പരിചരണ മുറിയിൽ കഴിയുകയാണ് വേണ്ടത്. മറ്റുള്ളവരിലേക്ക് രോഗം പകരുന്നത് തടയാനുള്ള ഈ പ്രതിരോധ പ്രക്രിയയിലും വീഴ്ച വരുത്തരുത്. ശുചിത്വം ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമാണ്. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടവിട്ട് കഴുകേണ്ടതിന്റെ പ്രാധാന്യം പണ്ഡിതർ എടുത്തുകാട്ടിയത് ഉറങ്ങി ഉണർന്നവർ കൈകൾ 3 തവണ ശുചീകരിക്കട്ടെ എന്ന പ്രവാചക വചനം ഉദ്ധരിച്ചായിരുന്നു. പരസ്പരം ഹസ്തദാനം നടത്തുന്നതിനും ആശ്ലേഷിക്കുന്നതിനും പശ്ചാത്തലത്തിൽ നിയന്ത്രണവും പുതിയ മതവിധി നിർദ്ദേശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹജ്ജ്, ഉംറ, മദീന സന്ദർശനം എന്നിവ സൗദി സർക്കാർ പുറപ്പെടുവിച്ച സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രമായിരിക്കണമെന്ന് ഹത്വ കൗൺസിൽ അറിയിക്കുകയും ചെയ്തു. ഇത് ലംഘിക്കുന്നത് മുഴുവൻ മനുഷ്യരുടെയും ആരോഗ്യം അപകടത്തിലാക്കുമെന്ന മുന്നറിയിപ്പും പണ്ഡിതർ നൽകി. രോഗം സംബന്ധിച്ച് ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന അറിയിപ്പുകളാണ് ശ്രദ്ധിക്കേണ്ടത്. രാജ്യത്തിന്റെ സുസ്ഥിരത അപായപ്പെടുത്തുന്ന വ്യാജ പ്രചരണങ്ങൾ ഏറ്റുപിടിക്കരുതെന്നും ഹത്വ കൗൺസിൽ വ്യക്തമാക്കി. മതവിധിക്ക് ഉപോത്ബലമായ ധാരാളം ഖുർആൻ സൂക്തങ്ങളും പ്രവാചക വചനങ്ങളും പണ്ഡിതർ ഹത്വയോടനുബന്ധിച്ച് ചേർത്തിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.